ഇത് കുമാരൻ, ഞാൻ പറഞ്ഞ ആളാ. ഇവരൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാ. ഇത് റഷീദ്, വാസു, ആന്റൺ. വാ പോവാ. എല്ലാരും ഇല്ലേ? ഉവ്. നാളെ രാത്രിയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ഥലം കുറച്ച് അകലെയാ, പുഴയ്ക്കപ്പുറത്തുള്ള ഗ്രാമത്തിൽ. അതാരാ? ഇതാണ് കുമാരൻ. അടുത്ത കടവിൽ ജീപ്പ് ഉണ്ടാവും. ഇന്ന് തന്നെ പോണം. ഇനി നാളെ. ദാസേട്ടൻ എപ്പോഴാ വരിക? ഇപ്പൊ വരും. എപ്പോഴാ ജോയിൻ ചെയ്യണ്ടേ? മിക്കവാറും ഇന്ന് തന്നെ. എല്ലാരും ഒരേ ഓഫീസിലാ? അങ്ങനെയൊന്നുമില്ല. ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കുമോ? മിക്കവാറും നൈറ്റാ, ചിലപ്പോ ഡേയിലും കാണും. മാസം ഒരു 10,000 രൂപ കിട്ടുമായിരിക്കും അല്ലേ? ദാസേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? മനസ്സ് വെച്ചാ 3000 കൂടുതലുണ്ടാക്കാം. ആന്റണി, എന്തിനാ വെറുതെ? അല്ല റഷീദേ, അത് അധികം സംസാരം വേണ്ട. ഓരോന്നെടുത്തോ. ദാസേട്ടാ, എന്താ ഇത്? നിനക്ക് ജോലി വേണ്ടേ? കൈ നിറയെ പണം വേണ്ടേ? ഇതും ഒരു പണിയാണ്. വേണ്ട ദാസേട്ടാ. പിടിക്കടാ. നാട് നീളെ കടവും കടപ്പാടുകളും ബുദ്ധിമുട്ടും. കെട്ടിച്ചയക്കാൻ ഒരു പെങ്ങൾ, നഷ്ടപ്പെടാൻ പോകുന്ന വീട്. നീ ഇതുവരെ ഒന്നും പഠിച്ചില്ല അല്ലേ? പിടിക്കേ. വേണ്ട, ഒന്നിനും ഞാനില്ല. പിടിക്കാൻ. പിടിക്കാനാ പറഞ്ഞ. പിടിക്കേ. വെറുതെ വേണ്ട. ദാ. മോളെ, മുത്തപ്പനില്ലേ? ഉണ്ട്. മുത്തച്ഛാ, വാമേ അകത്തേക്ക് ഇരിക്കാം. ആരാ? ആ, സുഭദ്രാമ്മയോ? ഇരിക്കെ. എന്താ രാവിലെ തന്നെ? 2 ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവന്നതാ. ആ, കുമാരൻ ജോലിക്ക് കയറി കാണൂല്ലേ? അതെ. എന്തായാലും സുഭദ്രയുടെ മുഖത്തിനൊരു തെളിച്ചോണ്ട് അല്ലേ മോളെ? അവൻ പോയല്ലേ, വിഷമമില്ലാണ്ടല്ല. കാര്യങ്ങൾ നടക്കണ്ടേ? വീടിന്റെ കാര്യം, കടം, പിന്നെ ദേ ഇവള്. എന്റെ കാര്യമൊന്നും ഇപ്പൊ നോക്കണ്ട. എന്താ, നിനക്ക് കല്യാണവും കുടുംബമൊന്നും വേണ്ടേ? വേണം, ഇപ്പൊ വേണ്ട. അതൊന്നും അല്ല മുത്തച്ഛാ, ഇവൾക്ക് ഇപ്പോഴും ഒരാളോട് ഇഷ്ടാ. ഒന്ന് പോടി. ഇനി ഇവളുടെ കാര്യം ഒന്ന് തീരുമാനിക്കണം. അമ്മയില്ലാത്ത കുട്ടിയാണെങ്കിലും ആ ഒരു തോന്നൽ ഉണ്ടാക്കാതെ ഇത്രയും കാലം വളർത്തിയത്. ഇവക്ക് 8 വയസ്സുള്ളപ്പോ. മോള് വിഷമിക്കണ്ട, എല്ലാം ഒന്ന് നേരെയാവട്ടെ. നമുക്കെല്ലാം വേണ്ടി തന്നെയാ ഇക്കൊല്ലം ഞാൻ 41 നോറ്റ് ദേവിക്ക് കോമരം കെട്ടി വെളിച്ചപ്പെടുന്നത്. നല്ല കാര്യം. ദേവീ ചൈതന്യം ഒഴുകും, ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ഉണ്ടാകും. പിന്നെ കുമാരനുണ്ടല്ലോ, അവൻ നോക്കും. അതേ മുത്തപ്പ, ഇനി എല്ലാം അവന്റെ കയ്യിലാ. ഓക്കെ, ശരി. റഷീദേ, എനിക്ക്
എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. മിണ്ടായിരിക്കണം. ബസ് ഉടനെ എത്തും. ഈ വഴിക്കുള്ള അവസാനത്തെ ട്രിപ്പ്. മുൻവശത്തെ ഡോറിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇടതുവശത്താണ് അവൻ ഇരിക്കുന്നതെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഒരുമിച്ച് കയറണം. വലിച്ചിറക്കി നിലത്തിട്ട് വെട്ടണം. നോക്ക്, ആദ്യത്തെ വെട്ടിനും ആദ്യത്തെ കൊലപാതകത്തിനും മാത്രമേ മനസ്സും കൈകളും നിറയ്ക്കൂ. ഒരിക്കൽ ചോര കണ്ടാൽ പിന്നെ അതൊരു ഹരമായിരിക്കും നിനക്ക്. ഹരം, മനസ്സിലായോ? ദാസേട്ടാ, വേണ്ട, സംസാരം വേണ്ട. കൃഷ്ണേട്ടോ, കടുപ്പത്തിലൊരു ചായ. ആ കുമാരനോ? എല്ലാം ഞാൻ അറിഞ്ഞു. ജോലി കിട്ടിയ കാര്യം മുത്തപ്പൻ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്ന ജോലിയാണോ കുമാര? സുഭദ്രാമയ്ക്ക് സമാധാനായി. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടണ്ടേ നിങ്ങളെ വളർത്താൻ. മുഖത്ത് നല്ല ക്ഷീണുണ്ടല്ലോ. ഭാരമുള്ള ജോലിയായിരിക്കും. കൊഴിഞ്ഞാമ്പാറയിൽ വ്യാജ ലോട്ടറി പിടിച്ചു. അതെപ്പോ? ബസ്സിൽ നിന്നും പിടിച്ചിറക്കി വെട്ടിക്കൊന്നു. അതിരപ്പിള്ളി. വായിച്ചടോ. അതിരപ്പിള്ളിയിൽ നിന്നും പുളിക്കക്കടവിലേക്ക് പോകുന്ന യാസീൻ എന്ന ബസ്സിൽ നിന്നും രാമനാഥൻ എന്ന ചെറുപ്പക്കാരനെ ഒരു സംഘം ആക്രമികൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി. ബസ്സിനു നേരെ ബോംബെറിഞ്ഞ് യാത്രക്കാരെ പരിഭ്രാന്തിയാക്കിയ സംഘം നല്ല തിരക്കുണ്ടാമേ കാലടിക്കാവില്. രാവിലെ നല്ല തിരക്കായിരുന്നു. ഞാൻ ഈ മന്ത്രച്ചേരട്ട് പൂജിക്കാൻ കൊടുത്തിട്ട് കുറെ കാത്തു നിന്നു. എത്ര മന്ത്രത്തിന്റെ അമ്മേ? 101 മന്ത്രം ജപിച്ചു കിട്ടി പൂജിച്ചേക്കണതാ. ഒരു ധൈര്യമില്ലാത്തവനവൻ. ഇത് ദേഹത്ത് കെട്ടിയ എല്ലാം ശരിയാവുന്ന പൂജാരി പറഞ്ഞ. ഒരു ആപത്തിലും ചെന്നുപെടാതെ ദേവി കാത്തോളും. ഓ, എനിക്കെന്റെ കുട്ടനെ ഒന്ന് കണ്ടാ മതി. എന്റെ ദേവി കാത്തോളൂ. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം ഞാനും ഏട്ടനും കൂടി കാലടിക്കാവില് പോയതാ പൊട്ടന്തൈ എഴുന്നള്ളത്ത് കാണാൻ. നിന്റെ കുട്ടനില്ലാതെ എവിടെയും പോകാൻ തോന്നുന്നില്ല എനിക്ക്.